അൾത്താര തന്നിലെ ബലിപീഠം, കാൽവരി മലയിലെ ക്രൂശുമരം, യേശുവിൻ ബലിയുടെ സമയമിതാ, സ്നേഹത്തിൻ കൂദാശ തൻ സമയം. അൾത്താര തന്നിലെ ബലിപീഠം, കാൽവരി മലയിലെ ക്രൂശുമരം, യേശുവിൻ ബലിയുടെ സമയമിതാ, സ്നേഹത്തിൻ കൂദാശ തൻ സമയം. സ്വർഗമിതാ ഇവിടെ മാലാഖവൃന്ദവുമായി, മറിയമിതാ വിശുദ്ധരിതാ ഈ അൾത്താരയിതിൽ. സ്വർഗമിതാ ഇവിടെ മാലാഖവൃന്ദവുമായി, മറിയമിതാ വിശുദ്ധരിതാ ഈ അൾത്താരയിതിൽ. ഈശോയിൽ പ്രിയമുള്ളവരെ, ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. തമ്പുരാൻ്റെ ബലിയർപ്പണത്തിനായി ഈ അൾത്താരയ്ക്ക് ചുറ്റും നമ്മെ ഒരുമിച്ച് കൂട്ടിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ വിശുദ്ധിയോടെ നമുക്കൊന്നു ചേർന്ന് ഈ ബലിയർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ ബലിയിൽ പ്രത്യേകമായി നമ്മൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുക. ഷാംലി ഷെറിൻ ഉള്ളാട്ടുപുറത്ത് വിവാഹ വാർഷികത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിംന റിജോ പുത്തേഴത്ത് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് വേണ്ടി ജോജോ മുറയിലെയും കുടുംബവും മാലാഖയ്ക്ക് നന്ദിയും വണക്കവും ചൊല്ലിക്കൊണ്ട് ബ്ലെസ്ന മരിയ ഡേവിസ് ബെഹനിൽ നിന്നും നന്ദിയും സംരക്ഷണവും യാചിച്ചുകൊണ്ട് ആൻമരിയ സെലസ്റ്റിൻ നീറ്റ് എക്സാമിന് നല്ല വിജയം നേടുന്നതിന് വേണ്ടി ഇന്ന് യോഗങ്ങളാണ് പ്രത്യേകമായി നമ്മൾ ഇന്നത്തെ ബലിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നത്. ഇതോടൊപ്പം നമ്മുടെയും വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും കുടുംബത്തിൻ്റെ നിയോഗങ്ങളുമെല്ലാം മലാഖയുടെ ഈ തിരുനാൾ ദിനങ്ങളിൽ, നവനാൾ ദിനങ്ങളിൽ പ്രത്യേകമായി നമ്മൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളുമെല്ലാം ഈ അൾത്താരയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. മലാഖയുടെ മധ്യസ്ഥത്തിനായി സമർപ്പിച്ചാൽ തീർച്ചയാണ് നമ്മുടെ ജീവിതത്തിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങളെല്ലാം അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ ഒരു ബോധ്യവും അനുഭവവും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. പ്രിയമുള്ളവരെ, വിശ്വാസത്തോടുകൂടെ കരങ്ങൾ കൂപ്പാം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ ബലിയർപ്പണത്തിന് അയോഗ്യതയായി നിൽക്കുന്ന എല്ലാ തിന്മകളും മാറിപ്പോയി തമ്പുരാൻ്റെ വലിയ കൃപയാൽ നമ്മൾ ഈ ബലിയർപ്പിക്കുന്നതിന് യോഗ്യരാകുവാൻ വേണ്ട അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.
സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനെ. സർവൈകശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദൈവസൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവു തന്നൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവേശുവേ അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ,
അത്ഭുതകരമായ സംവിധാനത്താൽ മാലാഖമാരുടെയും മനുഷ്യരുടെയും ശുശ്രൂഷാധർമ്മങ്ങൾ അങ്ങ് ക്രമപ്പെടുത്തുന്നുവല്ലോ. സ്വർഗത്തിൽ അങ്ങേക്ക് നിരന്തരം ശുശ്രൂഷ ചെയ്യുന്ന അവർ ഭൂമിയിൽ ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാനും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കുവാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്കവണ്ണം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നെന്നും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് സകല ജനതകളുടെയും മേൽ വാഴുന്നു, അവിടുത്തെ മഹത്വം ആകാശത്തിനു മീതെ ഉയർന്നിരിക്കുന്നു. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു.
മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശ്യനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശ്യനാണ് അവൻ. വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരുന്നു. വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിതവന് തുല്യൻ. ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു, ഉടനെ അത് നിലം പതിച്ചു. ആ വീടിൻ്റെ തകർച്ച വലുതായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയ അംബ്രോസച്ച, പ്രിയമുള്ള ടോണിയച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞുമക്കളെ, ആദ്യമേ തന്നെ ഈ നവനാൾ ദിനങ്ങളിലെ പ്രാർത്ഥനകളും തമ്പുരാൻ്റെ കൃപകൾ ധാരാളമായി നിങ്ങളിലേക്ക് ഈ ദിവസങ്ങളിലൊക്കെ പെയ്തിറങ്ങട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ കുറേ അധികം തവണ കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. ഇന്നത്തെ സുവിശേഷം പങ്കുവെക്കുമ്പോൾ എനിക്ക് തോന്നി ആ ഒരു കഥ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് ഈ ഒരു സുവിശേഷത്തെക്കുറിച്ച് പറയാമെന്ന്. കഥ ഇപ്രകാരമാണ്. ഒരു വീട്ടിൽ, ആ വീട്ടിലെ ഭാര്യയും ഭർത്താവും അവർ ഒരു ദിവസം ആരംഭിക്കുന്നത് അടുത്ത വീട്ടിലെ വസ്ത്രത്തിലെ അഴുക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഓരോ ദിവസവും രാവിലെ വീട്ടിലെ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ അവർ ചായ കുടിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഭാര്യ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട് ഭർത്താവിനോട് ഇങ്ങനെ പറയും: ആ വീട്ടിലെ സ്ത്രീ എല്ലാ ദിവസവും അലക്കുന്നുണ്ട്, അലക്കിയിട്ട് അഴയിൽ വിരിച്ചിടുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആ വസ്ത്രങ്ങളിലെ ചെളി പോകാത്തത്, അഴുക്ക് പോകാത്തതെന്ന്. എല്ലാ ദിവസവും ആ ഭാര്യ ഭർത്താവിനോടിങ്ങനെ പരാതിയെന്നോണം തമാശയെന്നോണമൊക്കെ പറയും. എത്രമാത്രം അലക്കിയിട്ടും അടുത്ത വീട്ടിലെ വസ്ത്രത്തിലെ അഴുക്ക് പോകുന്നില്ല എന്ന്. ചിരിച്ചുകൊണ്ടാണ് അവരത് പറയുക. പക്ഷേ ഒരു ദിവസം രാവിലെ സാധാരണ ഈ ഒരു കുറ്റം പറയുന്ന സമയമായപ്പോൾ ഭാര്യ പതിവ് പോലെ പുറത്തേക്ക് നോക്കി. അന്ന് അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കുവാൻ സാധിച്ചില്ല. കാരണം ആദ്യമായിട്ട് അടുത്ത വീട്ടിലെ അഴയിൽ അലക്കി വിരിച്ചിട്ടിരിക്കുന്ന വസ്ത്രത്തിൽ അഴുക്കില്ലാതെ കാണുന്നു. ഭർത്താവിനോട് പറഞ്ഞു, ഇന്ന് അവർ നന്നായിട്ട് അലക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവരുടെ വസ്ത്രത്തിൽ അഴുക്കൊന്നും കാണാനില്ല. ഭർത്താവ് ചിരിച്ചുകൊണ്ട് ചെറിയൊരു മറുപടി പറഞ്ഞു. അവരുടെ വസ്ത്രത്തിലെ അഴുക്കല്ല മാറിപ്പോയത്, നീ സ്ഥിരം നമ്മുടെ വീട്ടിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട്, അല്ലെങ്കിൽ ആ ജനലിലൂടെയാണ് അവരുടെ വസ്ത്രത്തിലേക്ക് നോക്കിയിരുന്നത്. നമ്മുടെ വീട്ടിലെ ജനലിൻ്റെ ചില്ലിലുണ്ടായിരുന്ന അഴുക്കായിരുന്നു ഇത്രയും ദിവസം നീ അവരുടേതെന്ന് കരുതി അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഇന്നലെ വൈകുന്നേരം നമ്മുടെ ജനലൊന്ന് ക്ലീൻ ചെയ്തു, അഴുക്കൊക്കെ തുടച്ചു വൃത്തിയാക്കി. അതുകൊണ്ടാണ് ഇന്ന് നിനക്ക് അവരുടെ വസ്ത്രത്തിൽ അഴുക്കൊന്നും കാണാൻ സാധിക്കാഞ്ഞതെന്ന്. പ്രിയമുള്ളവരെ, പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കി വിധിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ കാഴ്ചപ്പാട് ഒന്ന് മാറുമ്പോൾ ഒരുപക്ഷെ കുറ്റം നമ്മുടേതായിരിക്കാം. നമ്മൾ വിധിച്ചിരുന്ന മനുഷ്യരൊക്കെ വിശുദ്ധരായി മാറിയേക്കാം. ഇന്ന് തിരുവചനത്തിൽ ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു കാഴ്ചപ്പാടാണ്. നിന്റെ സഹോദരൻ്റെ കണ്ണിലെ
തടിയെടുത്ത് നിനക്ക് മാറ്റാൻ സാധിക്കണമെങ്കിൽ നീ ആദ്യം നിന്റെ കണ്ണിലെ കരടെടുത്ത് മാറ്റണം. നിന്റെ ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ മാത്രമേ നിന്റെ അധരങ്ങളിലൂടെ അത് നന്മയായി തന്നെ പുറത്തേക്ക് വരികയുള്ളൂ. അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിൽ തിന്മയാണ് നീ സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയാണ് ഒരിക്കലും നിനക്ക് നന്മ ചെയ്യാൻ സാധിക്കില്ല. എന്ന് മാത്രമല്ല, നിന്റെ അധരങ്ങളിലൂടെ നിന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് തിന്മയായിരിക്കും തീർച്ച. പ്രിയമുള്ളവരെ, ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്കും നമ്മുടെ കാഴ്ചപ്പാടിൽ ചെറിയൊരു വ്യത്യാസം വരുത്താം. ഒരുപക്ഷെ നമ്മളൊക്കെ നോക്കിക്കണ്ടിരുന്നതിൽ നിന്ന് ഒരു ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ ഓരോ ദിവസവും ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരാണ് നമ്മൾ. ദിവ്യകാരുണ്യ ഈശോയുടെ ശരീരമായി നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നവരാണ്. മറ്റൊരു ക്രിസ്തുവായി മാറേണ്ടവരാണ്. ഈശോയെ സ്വീകരിക്കുമ്പോൾ തീർച്ചയായും ഈശോയുടെ കണ്ണുകളിലൂടെ ആയിരിക്കണം നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ കാണേണ്ടത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വചനം ധ്യാനിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ഈ ഒരു കുഞ്ഞു പ്രാർത്ഥന മാത്രം മതി. തമ്പുരാനെ, നിന്റെ കണ്ണുകളിലൂടെ മറ്റുള്ളവരെ നോക്കിക്കാണുവാനും നിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് അതിലൂടെ പകർന്നു കൊടുക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിലും നന്മയുടെ നിധികൾ സൂക്ഷിക്കാം. അതുവഴി നമ്മുടെ അധരങ്ങളിലൂടെയും ക്രിസ്തുവിൻ്റെ സ്നേഹം മാത്രമായിരിക്കട്ടെ പുറത്തേക്ക് വരുന്നത്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. രക്ഷകായി അപ്പവും വീഞ്ഞുമേയാകവേദിയിൽ കാഴ്ചയായിന്നു നൽകുവാൻ ഒന്നു ചേർന്നിതാ നിൽക്കുന്നു. രക്ഷകായി അപ്പവും വീഞ്ഞുമേയാകവേദിയിൽ കാഴ്ചയായിന്നു നൽകുവാൻ ഒന്നു ചേർന്നിതാ നിൽക്കുന്നു. സ്വീകരിക്കണേ ദൈവമേ, സ്വീകരിക്കണേ ഞങ്ങളെ, സ്വീകരിക്കണേ ദൈവമേ, സ്വീകരിക്കണേ ഞങ്ങളെ. പാപമോചനമേകുവാൻ നിൻ ശരീരവും ചോരയും, പാപമോചനമേകുവാൻ നിൻ ശരീരവും ചോരയും കാൽവരി കുന്നിൻ വേദിയിൽ യാഗമായെന്നു തന്നു നീ. നിന്റെ ആ ബലി ഓർത്തിതാ കാഴ്ചയേകുന്നു ഞങ്ങളെ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കാരുണ്യവാനായ കർത്താവേ, കീണപേക്ഷിച്ചുകൊണ്ട് ഈ സ്തോത്രബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. മാലാഖമാരുടെ ശുശ്രൂഷയാൽ അങ്ങേ മഹിമാവിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന ഈ ബലി പ്രീതിയോടെ സ്വീകരിക്കുകയും
ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. ആയത് യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ഗാഗുൽത്താമലവേദിയിൽ മാനുഷ പാപങ്ങളേന്തി മരിച്ച നാഥ, താവക മൃത്യുവെ പ്രഖ്യാപനം ചെയ്ത് മേവിടുമീ ജനം അർത്ഥഭക്തിയ തന്നുയർപ്പിങ്കൽ ഉറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിവരിതുൽഘോഷിക്കുന്നു. നിൻവരവങ്ങിനെ പ്രത്യാശയോടിത എന്നെന്നും ഈ മണ്ണിൽ കാത്തിരിപ്പൂ. ആകയാലാമോദ വായ്പോടെ വാഴുമാ സ്വർഗീയ ഗായകർ മാലാഖമാ, ദിവ്യപ്രതാപവാൻ അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ, കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഈശോയിൽ പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടെ കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. ഇന്നേ ദിവസം നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഒരിക്കൽ കൂടെ നമുക്ക് ഓർക്കാം. ഏറെ പ്രത്യേകമായി ഇന്നത്തെ ബലിയിൽ നമ്മൾ പ്രത്യേകമായി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാ രോഗികളെയുമാണ്. ആശുപത്രികളിലും ഭവനങ്ങളിലുമായിരിക്കുന്ന
എല്ലാ രോഗാവസ്ഥയിലായിരിക്കുന്നവരെയും ഈശോയുടെ ഈ ബലിമേശയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ എല്ലാം ഈ അൾത്താരയിൽ നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന ഗോതമ്പപ്പവും മുന്തിരിച്ചാറും ഈശോയുടെ തിരുശരീര രക്തങ്ങളായി മാറുന്നതോടൊപ്പം നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമ്മൾ സമർപ്പിക്കുന്നതെന്തും തമ്പുരാന്റെ തിരുശരീര രക്തങ്ങളായി മാറുവാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ തമ്പുരാന്റെ മുൻപിലായിരിക്കാം ഈ നിമിഷങ്ങളിൽ. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇതു നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പു ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും
വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിതാവിനോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ സാധിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത് കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ.
ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതരാകുന്നു. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ എഴുന്നള്ളുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. തൻ രൂപമായി എന്നിൽ സക്രാരി തീർക്കുന്ന സർവേശ്വര, ഓസ്തിതൻ രൂപമായി എന്നിൽ സക്രാരി തീർക്കുന്ന സർവേശ്വര, സ്നേഹമായി സ്നേഹകൂടാരമായി എന്നിലലിയാനണയും തമ്പുരാനെ, നിൻ സ്നേഹമോർത്താൽ മതി വരുമോ. ഓസ്തിതൻ രൂപമായി എന്നിൽ സക്രാരി തീർക്കുന്ന സർവേശ്വര, കാരുണ്യമായി അണയുന്ന സ്നേഹമേ, കൂദാശയായി അലിയുന്ന ഭോജ്യമേ. നീറുമിൻ വേളയിൽ ആശ്രയം നീ മാത്രമേ, ആഴമാം സ്നേഹമായി ഉള്ളിൽ നിറവാകണേ. തിരുകരത്താൽ എന്നെ നീ കഴുകേണമേ, എൻ നിഴലായി കൂടെ നീ വാഴേണമേ. തിരുകരത്താൽ എന്നെ നീ കഴുകേണമേ, നിൻ നിഴലായി കൂടെ നീ വാഴേണമേ. ഈശോനാഥ
വാരി തീർക്കുന്ന സർവേശ്വര കാരുണ്യമായി അണയുന്ന സ്നേഹമേ കൂദാശയായി അലിയുന്ന ഭോജ്യമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, സ്വർഗീയ അപ്പത്താൽ പരിപോഷിതരായ അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ ഭോജനത്തിന്റെ ശക്തിയാൽ ഫലം പ്രാപിച്ചു ഞങ്ങൾ അങ്ങേ മാലാഖമാരുടെ വിശ്വസ്ത സംരക്ഷണത്തിൽ രക്ഷാമാർഗത്തിലൂടെ സധൈര്യം മുന്നേറുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, 2-3 വർഷങ്ങൾക്ക് മുൻപൊക്കെ നമ്മൾ 5 ദിവസത്തെ ധ്യാനങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ആദ്യത്തെ 2-3 ദിവസങ്ങളൊക്കെ നമുക്ക് വലിയ അനുഭവത്തിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിലും അതിനുശേഷം ഒരു വലിയ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. പിന്നീട് നമ്മളൊരു നിയോഗമൊക്കെ ആ ധ്യാനത്തിൽ സമർപ്പിക്കുമ്പോൾ അതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഇന്ന് ഈ നവനാളിൻ്റെ 4-ാം ദിനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് തീക്ഷ്ണതയോടുകൂടെയാണ് എല്ലാവരും മാലാഖയുടെ, നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായിൽ മാലാഖയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ബലിയിൽ, നൊവേനയിൽ, ആരാധനയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അച്ഛൻ ആമുഖത്തിൽ നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ പുത്തൻ പ്രതീക്ഷ തന്നെ കടന്നു വന്നിട്ടുണ്ട്. അച്ഛൻ്റെ ബലിയിലൂടെ അത് സ്വർഗം കേൾക്കും. സ്വർഗത്തിൽ നിന്ന് മാലാഖ നമ്മുടെ അരികിലേക്ക് കടന്നു വന്ന് നമ്മെ അനുഗ്രഹിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും ആഴമേറിയ വിശ്വാസവുമെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ജോജോ പയ്യപ്പള്ളി അച്ഛനാണ്. 4 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ അച്ഛൻ കൊച്ചച്ഛനായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. നമുക്കൊരുപാട് പരിചയമുള്ള അച്ഛനാണ്. നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. അച്ഛനിപ്പോൾ മതിലകം സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ കൊച്ചച്ഛനായിട്ട് സേവനം ചെയ്യുന്നു. ഇന്ന് അച്ഛൻ നമ്മോട് കൂടെയുണ്ട്. ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആരാധനയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് രോഗികൾക്ക് വേണ്ടിയാണ് അച്ഛൻ പ്രാർത്ഥിച്ചത്. ആ ഒരു പ്രാർത്ഥന സ്വർഗത്തോളം എത്തിയിട്ടുണ്ട്. ഇന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഈ ഒരു ബലിയുടെ യോഗ്യതയാൽ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. അച്ഛൻ ഇന്ന് വചനത്തിലൂടെ നമ്മോട് പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിൻ്റെ ജനൽപാളികളൊന്ന് കഴുകി വൃത്തിയാക്കണം. ദൈവം കാണുന്നത് പോലെ എല്ലാവരെയും കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ഒരു സന്ദേശമാണ് അച്ഛൻ നമുക്ക് നൽകിയത്. വിശുദ്ധ മിഖായിൽ മാലാഖയുടെ വലിയ സംരക്ഷണത്തിന് കീഴിലായിരുന്നു കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ നവനാൾ ദിനം നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി നമ്മെ ഒരുക്കിയ ജോജോ അച്ഛന് ഏറ്റവും സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. അംബ്രോസ് അച്ഛൻ്റെ പേരിലും തിരുനാൾ പ്രസിദ്ധിമാരുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഇടവക മക്കളുടെ പേരിലും ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ പേരിലും ഒത്തിരി സ്നേഹത്തോടുകൂടെ അച്ഛന് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. സ്വർണ്ണ ചിറകുകൾ വീശിയണയുന്ന സ്വർഗീയ ദൂതനാം മിഖായേലേ,
മിഖായേലേ. തിന്മതൻ സർപ്പത്തെ തോൽപ്പിച്ചു ഭൂമിയിൽ നന്മതൻ പൂക്കൾ വിടർത്തിയാലും എന്നും നന്മതൻ പൂക്കൾ വിടർത്തിയാലും സ്വർണ്ണ ചിറകുകൾ വീശിയണയുന്ന സ്വർഗീയ ദൂതനാം മിഖായേലേ. നീതിതന്ത്രാസുമായി നിത്യം വിളങ്ങുന്ന മാലാഘവൃന്ദത്തിൻ നായകനേ. നീതിതന്ത്രാസുമായി നിത്യം വിളങ്ങുന്ന മാലാഘവൃന്ദത്തിൻ നായകനേ. ആലംബഹീനരാം ഞങ്ങളുടെ ഉള്ളിലെ മാലുകളൊക്കെയും നീക്കിയാലും ദൂതമാലുകളൊക്കെയും നീക്കിയാലും സ്വർണ്ണ ചിറകുകൾ വീശിയണയുന്ന സ്വർഗീയ ദൂതനാം മിഖായേലേ. തിന്മതൻ സർപ്പത്തെ തോൽപ്പിച്ചു ഭൂമിയിൽ നന്മതൻ പൂക്കൾ വിടർത്തിയാലും എന്നും നന്മതൻ പൂക്കൾ വിടർത്തിയാലും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സകല നന്മകളുടെയും വിളനിലമായ കർത്താവേ, ദുഃഖിതരും പീഡിതരുമായി ഞങ്ങൾ അങ്ങേ തിരുമുൻപിൽ അഭയം തേടുന്നു. അങ്ങേ വത്സല മക്കളായി ഞങ്ങളുടെ പ്രാർത്ഥന കാരുണ്യപൂർവ്വം കേൾക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പാപവിമോചകനായ ക്രിസ്തുവേ, പാപത്തിന്റെ ഇരുളിത്യമായ വെളിച്ചം തേടി ഞങ്ങൾ അനുതാപത്തോടെ അങ്ങേ തിരുമുൻപിൽ അണയുന്നു. ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് അങ്ങ് ഞങ്ങളെ ശാശ്വതമായ പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരമകാരുണികനായ ദൈവമേ, തിന്മകളോട് പോരാടുന്നവനും നീതിയുടെ കാവൽക്കാരനും ദുഃഖിതരുടെ ആശാകേന്ദ്രവുമായ വിശുദ്ധ മിഖായേലിനെ അങ്ങ് ഞങ്ങൾക്ക് മധ്യസ്ഥനായി നൽകിയല്ലോ. മുഖ്യദൂതനായി വിരാജിക്കുന്ന ഈ മാലാഖയുടെ യോഗ്യതകൾ വഴിയായി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കാരുണ്യപൂർവ്വം കേട്ടരുളേണമേ. ആമേൻ. ഇന്ന് നവനാൾ ദിനത്തിൻ്റെ 4-ാം ദിവസം നമ്മളുടെ ഭവനങ്ങളിൽ ഓൺലൈൻ ശുശ്രൂഷയിലൂടെ ഈ നൊവേനയിലും ദിവ്യബലിയിലും ആരാധനയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരട്ടെ. ഇന്നത്തെ 4-ാമത്തെ നിയോഗം എഴുതി മാലാഖയ്ക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ദേവാലയത്തിലായിരിക്കുന്നവർ നിങ്ങളുടെ 4-ാം ദിവസത്തെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ നിയോഗങ്ങളോട് ചേർത്ത് ഇന്ന് നിയോഗം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഷാംല ഷെറിൻ ഒലാട്ടപ്പുറത്ത് വിവാഹ വാർഷികത്തിൽ മാലാഖയ്ക്ക് നന്ദി പറയുന്നു. നിംന റിജോ പുത്തേഴത്ത് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് നന്ദി. ജോജോ മൊറേലിയും കുടുംബവും മാലാഖയ്ക്ക് നന്ദിയും വണക്കവും അർപ്പിക്കുന്നു. ബ്ലസ്ന മറിയ ഡേവിൻ ബഹ്റൈൻ നന്ദിയും സംരക്ഷണവും യാചിക്കുന്നു. ആൻ മരിയ സെലസ്റ്റിൻ നീറ്റ് എക്സാമിന് ഉന്നത വിജയം നേടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവം നമുക്ക് നവനാൾ ജപം ഏറ്റുചൊല്ലാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദൈവത്തിന്റെ വിശ്വസ്തദാസനായ അങ്ങയെ ഞങ്ങൾ ഭക്ത്യാദരങ്ങളോടെ വണങ്ങുന്നു. അങ്ങയുടെ പരിലാളനയും സ്നേഹവും എന്നെന്നും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ.
ദുഃഖിതരും പീഡിതരും ആലംബഹീനരുമായ ഞങ്ങളെ അങ്ങ് എന്നെന്നും പരിപാലിക്കണമേ. ഓ പുണ്യപൂജനായ വിശുദ്ധ മിഖായേലേ, അങ്ങയുടെ ദൂതന്മാരും ചേർന്ന് സ്വർഗ്ഗത്തിൽ കടന്നുകൂടിയ തിന്മയുടെ പ്രതീകമായ ദുഷ്ടസർപ്പത്തോട് പോരാടുകയും അവനെ തോൽപ്പിച്ച് സ്വർഗ്ഗത്തിന്റെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുകയും ചെയ്തുവല്ലോ. നീതിമാനും ദയാനിധിയുമായ മഹാവിശുദ്ധനെ ഞങ്ങൾക്കുണ്ടാകുന്ന വിപത്തുകളിലും തീരാദുഃഖങ്ങളിലും ഒരു കാവൽ സൈനികനെ പോലെ അങ്ങ് ഞങ്ങളെ കാക്കണമേ. അല്പസമയം മൗനമായി നമ്മളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകിച്ച് നാം ഇന്ന് എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. രോഗസൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. വേദനകൾ അനുഭവിക്കുമ്പോൾ മാലാഖയോട് സഹായം അപേക്ഷിക്കുവാനും ഈശോയിൽ നിന്ന് എനിക്കത് ലഭിക്കുമെന്ന വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കട്ടെ. രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വളരെയധികം പേരുണ്ട്. സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശുനാഥൻ കടന്നു പോയ വഴികളിലെല്ലാം രോഗികളെ കൊണ്ടുവന്ന് കിടത്തിയിരുന്നു. അവൻ്റെ നിഴലെങ്കിലും ഒന്ന് കൊണ്ടാൽ സൗഖ്യം പ്രാപിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. നാം ഇന്ന് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു രോഗസൗഖ്യത്തിന് വേണ്ടി. എല്ലാ രോഗികളെയും സമർപ്പിക്കാം. നമ്മെ തന്നെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കാം. ആരോടും പറയാത്ത രോഗങ്ങൾ, ഒളിച്ചു വയ്ക്കുന്ന രോഗങ്ങൾ, മറഞ്ഞിരിക്കുന്ന രോഗങ്ങൾ എല്ലാം ദൈവമേ സൗഖ്യത്തിൻ്റെ പാതയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലാം. ഞങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്തണമേ. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്യുവാനും അവരുടെ ഉയർച്ചയിൽ ആനന്ദിക്കുവാനും ഞങ്ങൾക്ക് അങ്ങ് ശക്തി നൽകണമേ. ഒരു കയ്യിൽ നീതിയുടെ തുലാസം, മറുകൈയിൽ സത്യത്തിന്റെ വാളുമായി ഞങ്ങളെ കാത്തുരക്ഷിക്കുന്ന ദൈവദൂത, അങ്ങയുടെ കൃപാകടാക്ഷങ്ങൾ എന്നും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ. ഉറച്ച വിശ്വാസത്തിലും ക്രൈസ്തവ സ്നേഹത്തിലും വ്യാപരിക്കുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. മാറാവ്യാധികളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ശാശ്വത വെളിച്ചത്തിലേക്ക് അങ്ങ് എന്നെന്നും ഞങ്ങളെ നയിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സത്യസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ വിശ്വസ്തദാസനും സ്വർഗത്തിൻ്റെ കാവൽക്കാരനും മുഖ്യദൂതനുമായ വിശുദ്ധ മിഖായേലിൻ ഞങ്ങളുടെ മധ്യസ്ഥനായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ മാലാഖയുടെ യോഗ്യതകൾ വഴിയായി ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് നിത്യപിതാവായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യവിശ്വാസത്തിൻ ദീപം തെളിക്കുന്ന മാലാഖേ, മൈക്കിൾ മാലാഖേ, എന്നെന്നും ഞങ്ങൾക്ക് മധ്യസ്ഥനായി നീ അനുഗ്രഹ വർഷങ്ങൾ തൂകൂ. സത്യവിശ്വാസത്തിൻ ദീപം തെളിക്കുന്ന മാലാഖേ, മൈക്കിൾ മാലാഖേ, സർവദുഃഖങ്ങളും നീക്കി ഭൂമിയിൽ സ്വർഗ സന്ദേശം വിതയ്ക്കൂ. സർവദുഃഖങ്ങളും നീക്കി ഭൂമിയിൽ സ്വർഗ സന്ദേശം വിതയ്ക്കൂ. തിന്മതൻ ചിന്തകൾ നീക്കി നീ ഞങ്ങളിൽ ദൈവവിചാരം നിറയ്ക്കൂ. ദൈവവിചാരം നിറയ്ക്കൂ.
വിശ്വാസത്തിൻ ദീപം തെളിക്കുന്ന മാലാഖേ മൈക്കിൾ മാലാഖേ. നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉപകാര സ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കൃതജ്ഞതാ സമർപ്പണം. സത്യത്തിന്റെയും നീതിയുടെയും കാവൽക്കാരനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങളുടെ കണ്ണുനീരിലും കഷ്ടപ്പാടുകളിലും ആപത്സന്ധികളിലും അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും കാത്തുപാലിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കൃപാകടാക്ഷങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും ജീവിച്ചുകൊള്ളാമെന്ന് ഞങ്ങൾ അങ്ങേ തിരുമുമ്പിൽ പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ നിരന്തരമായ അനുഗ്രഹാശിസ്സുകളും സംരക്ഷണവും എന്നെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങ് ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ആമേൻ. എല്ലാ രോഗികളെയും ഓർക്കാം. ഏറെ പ്രത്യേകിച്ച് നാം ഇന്ന് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ രോഗികൾക്കും സൗഖ്യം നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളങ്ങെ പക്കലെത്തുകയും ചെയ്യട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് സൗഖ്യമേകുന്ന ദൈവമേ, ശാരീരികവും മാനസികവുമായ വ്യതകളാൽ പീഡിതരായ ഞങ്ങളെ അങ്ങ് തൃക്കൻ പാർക്കണമേ. സഹനങ്ങളുടെ കുരിശം ചുമന്ന ജീവിതത്തിൻ്റെ കാൽവരിയിലൂടെ മുൻപോട്ട് നീങ്ങുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. മാറാവ്യാധികൾ ഞങ്ങളെ കാത്തുരക്ഷിച്ച് നിത്യാരോഗ്യം കൈവരുത്തണമേ. ഈ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മധ്യസ്ഥനും അങ്ങയുടെ വിശ്വസ്തദാസനുമായ വിശുദ്ധ മിഖായേൽ മാലാഖ വഴിയായി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിടണമേ. ആമേൻ. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമെൻ അരികിലായി അൾത്താരയിൽ. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമെൻ അരികിലായി അൾത്താരയിൽ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്നും പറയാനുള്ളൂ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്നും പറയാനുള്ളൂ. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമെൻ അരികിലായി അൾത്താരയിൽ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോയിൽ പ്രിയമുള്ളവരെ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അതിനാഥനായ
തമ്പുരാനാണ് ഈ അൾത്താരയിൽ നമ്മോടൊപ്പമായിരിക്കുന്നത്. സ്വർഗത്തിൻ്റെ മഹിമയൊക്കെ വിട്ടുപേക്ഷിച്ച് ഈ ഭൂമിയുടെ അൾത്താരയുടെ എളിമയിലേക്ക് അവിടുന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹത്തെ പ്രതിയാണ്. നമ്മെ ഇത്രയധികമായി സ്നേഹിക്കുന്ന മറ്റാരെയാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക? നമ്മോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം ജീവൻ പോലും നൽകിക്കൊണ്ട് നമ്മെ ഇത്രയധികം സ്നേഹിക്കുന്ന തമ്പുരാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന ഒരു മനുഷ്യൻ അനേകം വർഷങ്ങളായി അനുഗ്രഹങ്ങളുടെ ഒരു കുളക്കടവിന് അരികെ അവൻ തളർന്നു കിടക്കുന്നു. മാലാഖ ഇറങ്ങി ആ കുളത്തിലെ ജലമിളക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് സുഖം പ്രാപിക്കുവാൻ പോലും ആരുടെയും സഹായം ലഭിക്കാതെ അനേകം വർഷങ്ങളായി തളർന്നു കിടക്കുന്നൊരു മനുഷ്യൻ. അവൻ്റെ ഉള്ളു നിറയെ സങ്കടമാണ്. എന്നെയൊന്ന് സഹായിക്കാൻ ആരുമില്ലാതെ പോയി. ഒരുപാട് മനുഷ്യർ അവൻ്റെ ചുറ്റുമുണ്ടായിട്ടും ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യൻ. ജീവിതത്തിൻ്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങുന്ന സമയത്താണ് ക്രിസ്തു അവൻ്റെ മുൻപിലേക്ക് ചെല്ലുക. ക്രിസ്തു അവനോട് ചോദിക്കുന്നുണ്ട്, നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. വലിയ പ്രതീക്ഷകളൊന്നുമില്ലാത്ത ഒരു മറുപടിയാണ് അവൻ ക്രിസ്തുവിന് കൊടുക്കുക, ഈശോയ്ക്ക് കൊടുക്കുക. ഈശോയോട് അവൻ പറയുന്നുണ്ട്, അത്ഭുതം നടക്കുന്ന സമയം മാലാഖ കുളത്തിലേക്ക് ഇറങ്ങി വന്ന് ഈ ജലത്തെ അത്ഭുത ജലമാക്കി മാറ്റുന്ന സമയത്ത് പോലും എന്നെയൊന്ന് ആ കുളത്തിലേക്ക് കൈപിടിച്ചിറക്കുവാനായി ആരുമില്ലാതെ പോയ വർഷങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇത്രയും. അവൻ്റെ മറുപടിയിൽ വലിയ പ്രതീക്ഷകളൊന്നുമില്ല. പക്ഷേ ക്രിസ്തു അവൻ്റെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. തൻ്റെ നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരികെ നൽകുവാനായി ആരോ ഒരാൾ തൻ്റെ മുൻപിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന ഒരു ചിന്തയോടെയാണ് ആ മനുഷ്യൻ ക്രിസ്തുവിനെ നോക്കുക. അനേകം വർഷങ്ങളായി സങ്കടങ്ങളുടെയും നൊമ്പരങ്ങളുടെയും വേദനകളുടെയും കിടപ്പിൽ ഒരുപക്ഷെ അവൻ മനസ്സിൽ പോലും കരുതിയിട്ടില്ലായിരുന്നു അവൻ ഇനി സുഖം പ്രാപിക്കുമെന്ന്. പ്രതീക്ഷകൾ, ആഗ്രഹങ്ങളൊക്കെ അസ്തമിച്ചു തുടങ്ങുന്ന സമയത്ത് അവനെ കൈപിടിച്ചുയർത്തുവാനായി, സൗഖ്യപ്പെടുത്തുവാനായി തമ്പുരാൻ അവൻ്റെ മുൻപിലേക്ക് കടന്നു ചെന്നുവെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട വലിയ സങ്കടങ്ങളുടെ കയത്തിലേക്ക് വീണുപോയിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ജീവിതം എവിടെ നിന്നുപോയി എന്ന് ചിന്തിച്ചു പോയിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്തിന് ജീവിക്കണം? ഇനി എന്തിന് ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം? ചുറ്റുമുള്ളവരൊക്കെ ഉപേക്ഷിച്ചു പോയി, തള്ളിപ്പറയുന്നു എന്ന് തോന്നിയ നിമിഷങ്ങൾ. അപ്പോഴൊക്കെ
വിരിച്ച കൈയുമായി നിന്നെ തേടി വന്ന കർത്താവുണ്ടെന്ന് നമ്മളൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്നും അതിനൊരു മാറ്റമില്ല. ഇന്ന് ഈ അൾത്താരയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന തമ്പുരാന്റെ മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ നിമിഷവും തമ്പുരാൻ വിരിച്ച കരങ്ങളോടെ തുറന്ന ഹൃദയത്തോടെ നമ്മെ മാടി വിളിക്കുന്നുണ്ട്. എൻ്റെ മകനെ, എൻ്റെ മകളെ, നിന്നെ സൗഖ്യപ്പെടുത്തുവാൻ കഴിവുള്ള തമ്പുരാനാണ് ഞാനെന്ന് നീ തിരിച്ചറിയുക. നിന്നെ സൗഖ്യമാക്കുവാനും നിന്നെ അനുഗ്രഹിക്കുവാനും കഴിവുള്ള തമ്പുരാനാണ് ഞാനെന്ന് നീ തിരിച്ചറിയുക. ഈ അൾത്താരയിൽ ഇരുന്നു കൊണ്ട് ഈശോ നമ്മോട് പറയുന്നു, പ്രിയമുള്ളവരെ, വിശ്വാസത്തോടെ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, ഇരുകരങ്ങളെ നെഞ്ചോട് ചേർക്കാം. ഈ അൾത്താരയിലായിരുന്നു കൊണ്ട് നിന്റെ സങ്കടങ്ങളെയും വേദനകളെയും രോഗങ്ങളെയും ഒക്കെ മാറ്റിക്കളയുവാനായി തമ്പുരാൻ നിന്നെ വിളിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ മനസ്സുകൊണ്ട് അവൻ്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ചേർത്ത് വയ്ക്കാം. എൻ്റെ ദൈവമേ, നീ മാത്രമാണ് എൻ്റെ ഏക രക്ഷകനെന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് വിശ്വാസത്തോടെ ഈ നിമിഷങ്ങളിൽ നമുക്കായിരിക്കാം. സ്നേഹമേകിടേണമേ മനം നീറുമ്പോൾ, സ്നേഹിതനായി നീ വരണേ ഏകനാകുമ്പോൾ. സ്നേഹമേകിടേണമേ മനം നീറുമ്പോൾ, സ്നേഹിതനായി നീ വരണേ ഏകനാകുമ്പോൾ. ആരും കാണാതെ ഞാൻ കരയുമ്പോൾ, ആരോടും പറയാതെ ഞാനൊരുകുമ്പോൾ, ആരും കാണാതെ ഞാൻ കരയുമ്പോൾ, ആരോടും പറയാതെ ഞാനൊരുകുമ്പോൾ. ദൈവമേ, ആശ്രയം നീ മാത്രമേ. ദൈവമേ, ആശ്രയം നീ മാത്രമേ. പ്രിയമുള്ളവരെ, ചിലരൊക്കെ ചില അവസരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ, ജീവിതത്തിൽ എന്നെ പ്രതീക്ഷിക്കാനായി ഒന്നുമില്ല. ആത്മമിത്രങ്ങളാണെന്ന് തോന്നിയവരൊക്കെ, എന്നും കൂടെയുണ്ടാകുമെന്ന് വിചാരിച്ച കുടുംബത്തിലെ ചിലരൊക്കെ പറ്റിച്ചിട്ട് കടന്നുപോയി. ജീവിതത്തിൽ വലിയ നിരാശയാണ്, സങ്കടമാണ്. എന്തൊക്കെ ചെയ്താലും അതൊക്കെ തകർന്നു പോകുന്ന അവസ്ഥ. സങ്കടം മാത്രമേയുള്ളൂ എന്നും വേദനകൾ മാത്രമാണ് ചുറ്റിലും, സഹായിക്കാൻ ആരുമില്ല. അവരോടൊക്കെ പറയും, അല്പസമയം സക്രാരിയുടെ മുൻപിൽ പോയി, ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് വായി. എപ്പോഴും അവർ തിരിച്ചിറങ്ങി വരിക മുഖത്തൊരു പ്രകാശവുമായിട്ടാണ്. കാരണം നമ്മുടെ വേദനകളും സങ്കടങ്ങളുമൊക്കെ അതിൻ്റെ 100 ഇരട്ടി വേദനയിൽ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവാണ്, ഈശോയാണ് നമ്മുടെ ദൈവം. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോഴും അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ളപ്പോഴുമൊക്കെ കൂടെയുണ്ടായിരുന്നവർ, സ്നേഹിതരാണ്, ശിഷ്യരാണ് എന്ന് പറഞ്ഞ് കൊണ്ടു നടന്നവരൊക്കെ
തള്ളിപ്പറഞ്ഞിട്ട് കടന്നുപോയ സമയങ്ങൾ ഈശോയുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. ചുറ്റുമുള്ള ആരവങ്ങളൊക്കെ മാറിപ്പോയി. ചാട്ടവാറടി ഏറ്റപ്പോഴും കല്ലേറ് കൊണ്ടപ്പോഴുമൊക്കെ ഒറ്റയ്ക്കായി പോയ നിമിഷങ്ങൾ. അനുഗ്രഹങ്ങൾ നൽകിയപ്പോ ആർത്ത് വിളിച്ചവരൊക്കെ കുരിശിന്റെ വഴിയിൽ നേരെ എതിരെ നിന്ന് അവനെതിരെ ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞ നിമിഷങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന വേദനകളും തള്ളിപ്പറച്ചിലുകളും ഒക്കെ അതിന്റെ ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ തമ്പുരാന് മാത്രമേ നമ്മോട് ചേർന്ന് നിൽക്കാനാവൂ. നമ്മുടെ വീഴ്ചകളിൽ നിന്ന്, വേദനകളിൽ നിന്നൊക്കെ നമ്മെ കൈപിടിച്ചുയർത്താനാവും. പ്രിയമുള്ളവരെ, വിശ്വാസത്തോടുകൂടെ തമ്പുരാന്റെ മുൻപിൽ ഈ നിമിഷങ്ങളിൽ നമുക്കായിരിക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് കയ്പ് നിറഞ്ഞ ദിനങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ, രോഗത്തിന്റെ ദിനങ്ങൾ. ഈശോയെ, അങ്ങയോട് ചേർന്നിരിക്കുവാനായി, അങ്ങിൽ നിന്ന് ധൈര്യം സംഭരിക്കുവാനായി, അങ്ങിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കുവാനായി എന്നെ കരുത്തനാക്കണമേ എന്ന് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. എന്തിനാണെൻ ജന്മമെന്ന ചോദ്യമെൻ്റെ തോഴനായി കണ്ണുനീർമഴ തോർന്നിടാതെ പെയ്തിറങ്ങി മിഴികളിൽ ആരുമില്ലെന്നോർത്തു ഞാൻ. എന്തു വേണം ദൈവമേ, ആരുമില്ലെന്നോർത്തു ഞാൻ. എന്തു വേണം ദൈവമേ, നീ എന്നെ കാണണമേ, കണ്ണീരുമായ്ക്കണമേ. നീയല്ലാതാരുമില്ല എന്നെ സ്നേഹിച്ചിടാൻ. ദൈവമേ, ആശ്രയം നീ മാത്രമേ. ദൈവമേ, ആശ്രയം നീ മാത്രമേ. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടെ ഇന്നേ ദിവസം നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഓർക്കാം. നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള അനേകം മക്കൾ ആശുപത്രികളിലും ഭവനങ്ങളിലുമായിരിക്കുന്ന രോഗികളായിട്ടുള്ളവർ, പലതരത്തിലുള്ള നിയോഗങ്ങൾ പേറി ഇന്ന് ഈ അൾത്താരയ്ക്ക് ചുറ്റുമായിരിക്കുന്നവർ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുചേരുന്ന മക്കൾ എല്ലാവരെയും തമ്പുരാന്റെ ഹൃദയത്തിലേക്കും തിരുമുറിവുകളിലേക്കും ചേർത്ത് വയ്ക്കാം. ഈശോയെ, ഈ ലോകത്തിലെ എല്ലാ വേദനകളുടെയും സങ്കടങ്ങളുടെയും എല്ലാം ഉത്തരം അങ്ങ് മാത്രമാണെന്ന് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ ഞാൻ വിശ്വസിക്കുന്നു. തമ്പുരാനെ, അനുഗ്രഹമായി, അത്ഭുതമായി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ആശ്രയം നീ മാത്രമേ. പ്രിയമുള്ളവരെ, ഇത് അനുഗ്രഹത്തിന്റെ നിമിഷമാണ്. നമ്മെ അനുഗ്രഹിക്കുവാനായി നല്ല തമ്പുരാൻ നമ്മുടെ ശിരസിന് മുകളിലേക്ക് ഉയരുന്ന നിമിഷം. വിശ്വാസത്തോടെ കരങ്ങൾ കൂപ്പാം, ശിരസ് നമിക്കാം. തമ്പുരാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. പാതിവഴിയിൽ പാവമെന്നെ പിരിയരുതെൻ ദൈവമേ, പുലരുവോളം വഴിവിളക്കായി തെളിയണേ എൻ പാതയിൽ. കരുണ ചൊരിയും കരവുമായി അരികിലലിവായണയണേ. ഞാൻ നിന്റെ പൈതലല്ലേ, നീ എൻ്റെ ദൈവമല്ലേ. നീയല്ലാതാരുമില്ല എന്നെ സ്നേഹിച്ചിടാൻ. ദൈവമേ,
ആശ്രയം നീ മാത്രമേ. ദൈവമേ ആശ്രയം നീ മാത്രമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പാടിടാം നമുക്കുണർന്നു പാടിടാം വിശുദ്ധ മൈക്കിളിൻ്റെ ദിവ്യഗീതികൾ. പാടിടാം നമുക്കുണർന്നു പാടിടാം വിശുദ്ധ മൈക്കിളിൻ്റെ ദിവ്യഗീതികൾ. ഇമ്പമോടെ ഈണമോടെ പാടിടാം വിശുദ്ധിയിൽ വിളഞ്ഞ പുണ്യഗീതികൾ. ഇമ്പമോടെ ഈണമോടെ പാടിടാം വിശുദ്ധിയിൽ വിളഞ്ഞ പുണ്യഗീതികൾ. പാടിടാം നമുക്കുണർന്നു പാടിടാം വിശുദ്ധ മൈക്കിളിൻ്റെ ദിവ്യഗീതികൾ. രോഗികൾക്കു സൗഖ്യമേകും നായകൻ, പീഡിതർക്കു സർവനീതിദായകൻ. രോഗികൾക്കു സൗഖ്യമേകും നായകൻ, പീഡിതർക്കു സർവനീതിദായകൻ. ദുഃഖിതർക്കു ദിവ്യനായ മോചകൻ, ശാന്തി മന്ത്രമോദിടുന്ന ഗായകൻ. ദുഃഖിതർക്കു ദിവ്യനായ മോചകൻ, ശാന്തി മന്ത്രമോദിടുന്ന ഗായകൻ. പാടിടാം നമുക്കുണർന്നു പാടിടാം വിശുദ്ധ മൈക്കിളിൻ്റെ ദിവ്യഗീതികൾ. ഇമ്പമോടെ ഈണമോടെ പാടിടാം വിശുദ്ധിയിൽ വിളഞ്ഞ പുണ്യഗീതികൾ. വിശുദ്ധിയിൽ വിളഞ്ഞ പുണ്യഗീതികൾ. വിശുദ്ധിയിൽ വിളഞ്ഞ പുണ്യഗീതികൾ.